ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചത് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജി അംഗീകരിച്ചതായി നിയമ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. 2027 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അപ്രതീക്ഷിതമായി രാജി ഉണ്ടായിരിക്കുന്നത്. 2022 നവംബർ 21 മുൻ IAS ഉദ്യോഗസ്ഥനായ അരുൺ ഗോയലിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി നിയമിക്കുന്നത്. രാജീവ് കുമാറാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ഫെബ്രുവരിയിൽ രാജീവ് കുമാർ വിരമിക്കുമ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ട ആളായിരുന്നു ഗോയൽ. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗോയലിന്റെ രാജി കൂടി വരുന്നതോടെ 3-അംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒഴിവുകൾ 2ആയി. സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച അരുൺ ഗോയലിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയ സംഭവം നേരത്തെ വിവാദമായിരുന്നു. ഇക്കാര്യം സുപ്രീം കോടതി മുൻപാകെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തതാണ്. കേന്ദ്ര സർക്കാരുമായുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഗോയലിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. സ്വതന്ത്രാധികാര ബോഡിയായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രണത്തിലാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി മുമ്പ് ആരോപണം ഉയർന്നിരുന്നതാണ്. കമ്മീഷനെ ദുർബലപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്നാണ് വിവരം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം, സേവന വ്യവസ്ഥകൾ, ഓഫീസ് നിബന്ധനകൾ എന്നിവ നിയന്ത്രിക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ പ്രത്യേക സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആഗസ്റ്റ് 10 രാജ്യസഭയിൽ പാസാക്കിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച ബിൽ ലോക്സഭയിൽ പാസാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യമാണ്. എന്നാൽ പുതിയ ബില്ലിൽ ഇതിന് മാറ്റം വരുത്തുമെന്നാണ് പറയുന്നത്. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് അപ്ലോഡ് ചെയ്ത ബില്ലിന്റെ പകർപ്പനുസരിച്ച് പുതിയ ബില്ലിന്റെ സെക്ഷൻ 15 പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരുടെയും ശമ്പളവും അലവൻസുകളും മറ്റ് സേവന വ്യവസ്ഥകളും ക്യാബിനറ്റ് സെക്രട്ടറിയുടേതിന് തുല്യമായിരിക്കും. 1991 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് പ്രകാരം ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യരായിരുന്നു. ബിൽ പാസാക്കുന്നതോടെ 1991 ഈ നിയമം റദ്ദാക്കപ്പെടും. സുപ്രീം കോടതി ജഡ്ജിയുടെയും ക്യാബിനറ്റ് സെക്രട്ടറിയുടെയും നിശ്ചയിച്ചിട്ടുള്ള ശമ്പളം ഏതാണ്ട് തുല്യമാണെങ്കിലും വിരമിക്കലിന് ശേഷമുള്ള അധിക ആനുകൂല്യങ്ങൾക്ക് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അർഹതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ബ്യൂറോക്രസിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്നാണ് വിമർശനം. ഇത് അവരുടെ അധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കാൻ പര്യാപ്തമാണ്. ആർട്ടിക്കിൾ 324 പ്രകാരം തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക ദൗത്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കിലേക്ക് താഴ്ന്നാൽ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ നിയന്ത്രണാധികാരം നഷ്ടമാകും. ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ താഴെയാണ് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവി വരുന്നത്. അങ്ങനെയാൽ ചട്ടലംഘനങ്ങളുടെ പേരിൽ ഒരു കേന്ദ്രമന്ത്രിയെ ശാസിക്കാൻ പോലും കമ്മീഷന് കഴിഞ്ഞെന്ന് വരില്ല. പുതിയ ബില്ല് പ്രകാരം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഈ മാസം പുറപ്പെടുവിച്ച സുപ്രീം കോടതി വിധിയിലെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഈ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അംഗമാകില്ല എന്നതും വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഗോയൽ രാജിവെച്ചത് എന്നാണ് വിവരം.